മായം കലരാത്ത ആഹാരവും മായം കലരാത്ത ആതിഥ്യവുമായി മയ്യിലിന്റെ ആഹാരശീലങ്ങളിൽ ആതിഥ്യകലയുടെ മധുരം വിളമ്പിയ ചെക്യാട്ടുകാവിലെ ഹോട്ടൽ സൂൺ അതിന്റെ പ്രവർത്തനം മലപ്പട്ടത്തേക്കുകൂടി വ്യാപിപ്പിക്കുകയാണ്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ മലനാട് മലബാർ റിവർ ക്രൂയിസിന്റെ ഭാഗമായുള്ള മലപ്പട്ടത്തെ പാർക്ക് അതിന്റെ നടത്തിപ്പ് ചെക്യാട്ടുകാവിലെ ഹോട്ടൽ സൂൺ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് സൂണിന്റെ ഭാഗമായി ഇവിടെ ഒരുക്കുന്നത്, ആളുകൾക്ക് ഇത് എങ്ങനെ ഉപകാരപ്പെടും എന്നറിയാൻ എന്ന് പറയാൻ സൂണിന്റെ പ്രൊപ്പറേറ്റർ പ്രവീൺ കാരുണ്യം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. മയ്യില് വിട്ട് മലപ്പട്ടത്തേക്കുള്ള ഒരു അത് അതായത് മയ്യില്, കുറ്റാട്ടൂർ, കൊളച്ചേരി, നാറാത്ത്, മലപ്പട്ടം 5 പഞ്ചായത്തിന്റെ ബെൽറ്റ് അതിന്റെ കൺസോർഷ്യം സൂൺ ആവുക എന്നുള്ളതാണ് സൂണിന്റെ സ്വപ്നം. ഇപ്പൊ നമ്മളൊരു കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ നമ്മള് സൂൺ അത്രക്കല്ലായോ, ഒരു കോഴിക്കോട്, എറണാകുളം അങ്ങോട്ടുള്ള ഇവന്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പരസ്യമായിരിക്കും. പക്ഷെ ഈ എറണാകുളത്തും കോഴിക്കോടും ഏൽപ്പിക്കുന്നവര് പിന്നെ ഇവന്റ്സിന് പിന്നെ നിങ്ങൾ കൊടുക്കുന്ന തുക നമ്മുടെ നാട്ടിൽ സ്പ്രെഡ് ആവില്ല, ആ പണം നാട്ടിൽ പ്രചരിക്കൂല. സൂൺ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന നമ്മളോട് കാണിക്കുന്ന സമീപനം തിരിച്ച് നമ്മൾ സമൂഹത്തിലേക്ക് കാണിക്കാൻ വേണ്ടി പോകും. അതാണ് മാറുന്ന മയിലിന്റെ മാറ്റത്തിനൊപ്പം സൂൺ. ഇപ്പോ നിങ്ങൾ ആദ്യം അതിനോട് സൂചിപ്പിച്ചല്ല, മലപ്പട്ടത്ത് എന്താ നിങ്ങൾ ചുവടുവെപ്പ്, അത് നമ്മൾ അജണ്ടയിൽ ഉള്ളതാണ്. മലപ്പട്ടത്ത് അതായത് ഓരോ നാടിനും ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന കണ്ടക്കേക്ക് ഒരു ചരിത്രമുണ്ട്. അന്നേരം നിങ്ങൾ പറയും രാഷ്ട്രീയമല്ല ഞാൻ പറയും, എന്റേത് വികസന രാഷ്ട്രീയമാണ്. മയിലിന് മയിലിൻ്റെതായ ഒരു പൈതൃകമുണ്ട്, കേരളത്തിന് കേരളത്തേതായ ഒരു പൈതൃകമുണ്ട്. അതുപോലെ മലപ്പട്ടത്തിനും മലപ്പട്ടത്തിന്റെ ഒരു പൈതൃകമുണ്ട്. അന്നേരം നമുക്കത് പലതും അന്നേരം നിങ്ങൾ രാഷ്ട്രീയം പറയുന്നത് അത് നമ്മൾ പരാമർശിക്കേണ്ടേ പറ്റില്ല. ഇപ്പൊ കുഞ്ഞിക്കണ്ണൻ, പുളിക്കൂൽ കൃഷ്ണൻ ഇവരൊന്നും തൊടാണ്ട് മലപ്പട്ടത്തെ വികസനത്തെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റില്ല. മലപ്പട്ടം പാലം നമുക്കറിയാലോ. പിന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ചാല് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള 8,900 ജനസംഖ്യയാണ് ആ പഞ്ചായത്തിലുള്ളത്. 14 വാർഡോ മറ്റാന്നുള്ളത്. വികസനം ചർച്ച ചെയ്യാൻ പറ്റിയ സമയം ഇത്. അപ്പൊ മലപ്പട്ടത്തിന് എനിക്ക് ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവിടുത്തെ കൾച്ചർ എനിക്കറിയാം. ഭഗത് സിംഗ് വാൻശാല പോലത്തെ വാൻശാലകൾ മലപ്പട്ടത്തുനിന്ന് ആളുകൾ ഹോട്ടലിലേക്ക് വരാറുണ്ടോ? എനിക്ക് 30% കസ്റ്റമറും മലപ്പട്ടം, പിന്നെ ചൂളിയാട്, ശ്രീകണ്ഠാപുരം, ചെമ്പന്തൊട്ടി ആ ഭാഗങ്ങളിൽ 30% കസ്റ്റമർ ഉണ്ട്. അവര് രാവിലെ നമ്മള് കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അവര് ടൗണിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല. ഉച്ച ഭക്ഷണം നിങ്ങൾ എടുത്തു വെക്കണം എന്ന് പറയും. ഉച്ച ഭക്ഷണം നിങ്ങൾ ഊണ് എടുത്തു വെക്കണം എന്ന് പറയുന്ന ഒരു കസ്റ്റമർ എനിക്ക് ഒരുപാട് കസ്റ്റമർ ഉണ്ട്. പിന്നെ ഏത് വിധത്തിലെ കസ്റ്റമർ ഉണ്ട്, വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന വൈകുന്നേരത്തെ ഫാസ്റ്റ് ഫുഡിന്റെ കസ്റ്റമർ ഉണ്ട്. ഇവരൊക്കെ എനിക്കുണ്ട്. അപ്പൊ മലപ്പട്ടത്തിന്റെ ഒരു ചരിത്രമുണ്ട്. അപ്പോ നിങ്ങൾ ആദ്യം സൂചിപ്പിച്ച ഞാൻ ഈ മലനാട് മലബാർ ക്രൂയിസിലേക്ക് ഞാൻ എടുത്തു ചാടിയതാണ്. യഥാർത്ഥത്തിൽ എനിക്ക് എടുത്തു ചാടാൻ പറ്റിയ ഒരു ഒരു സാഹചര്യമില്ല നിലവിലുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിലേക്ക് ഞാൻ എത്തിപ്പെട്ടതാണ്. ഇപ്പൊ അവിടെ എന്താണ് ഉള്ളത് അതിന്റെ ഭാഗമായിട്ട്? അത് പിന്നെ അതായത് വെച്ചാല് നമ്മളെ പിന്നെ പി പുഷ്പജൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ഒരു സമയത്തും അതുപോലെ തന്നെ ജെയിംസ് മാത്യു MLA ആയ സമയത്തുമാണ് ഈ സർക്കാരിന്റെ ഭാഗമായിട്ട് മലനാട് മലബാർ ക്രൂയിസം, അതായത് കണ്ണൂർ കാസർഗോഡ് ജില്ലേനെ ബന്ധിപ്പിക്കുന്ന പുഴയോര ടൂറിസം അത് നല്ലൊരു കാഴ്ചപ്പാടാണ്. നമ്മളിപ്പോ എന്നെ സംബന്ധിച്ച് ഈ പുഴകള്, നദികള്, അതുപോലെ തന്നെ പ്രകൃതി, ഇതിനൊന്നും ഒരു ദ്രോഹിക്കുന്ന വിധത്തിലുള്ള എനിക്ക് ഇഷ്ടമല്ല അത്. പക്ഷെ നമുക്കത് എപ്പോ നടപ്പിലാക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ മാത്രം വിചാരിച്ച് നടപ്പിലാക്കണമെന്നില്ല, പറ്റണമെന്നില്ല. പത്രത്തില് ഇങ്ങനൊരു ടെൻഡർ കണ്ട് ഇപ്പം ആ പദ്ധതി അന്ന് കൊണ്ടുവന്ന പദ്ധതി ഇപ്പം ജനങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതായത് 5 വർഷം ഇപ്പം ജെയിംസ് മാത്യു മാറിയിട്ട് 5 വർഷമായില്ലേ. MP മാസ്റ്ററാണ് നമ്മളെ നിലവിൽ തളിപ്പറമ്പ് MLA. പുഷ്പചാട്ടം മാറിയിട്ട് രമണി ചേച്ചിയാണ് നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ്. കാലാവധി കഴിഞ്ഞ് പ്രോട്ടോകോൾ വന്ന് സെക്രട്ടറിമാർ മാറി വന്നിട്ടുണ്ടോ? തുടക്കത്തിനു ശേഷം അവിടെ ഒരു പ്രവർത്തനം നടത്താതെ അതെങ്ങനെ കിടക്കുവാണ്? അതെ, ഈ പദ്ധതി അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അതിന്റെ ജാതകം മൊത്തം പരിശോധിച്ച ഒരാളാണ്. അപ്പൊ നമ്മളൊരു ടെൻഡർ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പുരോഗമന പ്രസ്ഥാനമോ അല്ലെങ്കിൽ മലപ്പട്ടം പഞ്ചായത്തോ നമ്മൾ ആവശ്യപ്പെട്ടാല് ഒരു സംരംഭകൻ എന്ന നിലയിൽ അത് എടുത്താൽ എങ്ങനെയാണ് ദോഷോ ഗുണോ അല്ലെങ്കിൽ എന്നാണ് നാടിന് ചെയ്യാൻ വേണ്ടി പറ്റുമോ നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ അതിന്റെ ജാതകം മൊത്തം പഠിച്ചു. അത് വരുമ്പോൾ കെൽ എന്ന് പറഞ്ഞ പൊതുമേഖലാ കമ്പനിയാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നാവിക അക്കാദമിയാണ് 2 ബോട്ട് ജെട്ടി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ 2 സ്ഥലമുണ്ട്. അതായത് മലപ്പട്ടം, മുനമ്പും, കോവുന്തല, രണ്ട് സ്ഥലത്തും ബന്ധിപ്പിക്കാൻ വേണ്ടി പാർക്കുണ്ട്. നമുക്കിപ്പോ ഓപ്പൺ ആയിട്ട് കല്യാണ നിശ്ചയം, ബർത്ത്ഡേ പാർട്ടി ഇങ്ങനെല്ലാം നടത്താൻ വേണ്ടി പറ്റും. പക്ഷെ കറണ്ട് ഇല്ല, അവിടെ വൈദ്യുതി വന്നില്ല, വെള്ളം വന്നില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും വരാനുണ്ട്. അപ്പൊ ഈ 2 പിന്നെ മുനമ്പും
കോവുന്തലിയും ബന്ധിപ്പിക്കുന്ന വിധത്തിൽ പുഴയോരത്തെ കൂടെ നടപ്പാതെ ഒരുക്കിയാൽ പ്രകൃതിനെ ആസ്വദിക്കുന്നവർക്ക് പറ്റും. നേരെ മറിച്ച് അതിനെ ചൂഷണം ചെയ്യുന്നവർക്ക് അതും പറ്റും. അത് നമ്മൾ അനുവദിക്കാൻ എന്റെ മനസ്സ് തയ്യാറല്ല. ഇതെല്ലാം നോക്കിയിട്ടാണ് ടെൻഡർ പങ്കെടുത്തത്. കിട്ടി. പത്രപരസ്യത്തിന്റെ അടിസ്ഥാനത്തിലും ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലും ഞാൻ ടെൻഡർ പങ്കെടുത്തിരിക്കുന്നത്. സൂണാണ് ആ ടെൻഡറിൽ ഏറ്റവും കൂടുതൽ സംഖ്യ ചെയ്തിട്ടുള്ളത്. സൂണാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നിഷ്കർഷിക്കുന്ന വിധത്തില് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എത്ര വർഷത്തേക്കാണ് അത് 3 വർഷത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവര് പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഈ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെന്റ് കാര്യങ്ങൾ അതിന്റെ പിന്നെ ഡെപ്പോസിറ്റ് കാര്യങ്ങൾ അതൊക്കെ ആ നിലവിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ടെൻഡർ കിട്ടി. എന്റെ സംശയം അവിടെ ഉദ്ഘാടനത്തിന് ശേഷം കാര്യമായ ഒന്നും നടന്നിട്ടില്ല. ഉദ്ഘാടനം നടന്നിട്ടില്ല. ജനങ്ങൾക്ക് ഇത് സമർപ്പിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് അവിടെ കാട് കയറി പാതി വഴിയിലാണ്. ഇതൊക്കെ കണ്ടിട്ടാണല്ലോ ടെൻഡറിൽ പങ്കെടുത്തതും അത് കിട്ടുകയും ചെയ്തത്. ഈ ഒരു അവസ്ഥയിൽ അത് ആളുകൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരിക്കലും പറ്റില്ല. ഇനി എന്തൊക്കെ അവിടെ വരുത്താനുണ്ട് എന്ന് എന്തൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാല് ഞാൻ ഈ പിന്നെ നമ്മളിപ്പോ ഈ എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഇപ്പോൾ റോഡായാലും ഒരു പാലായാലും ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര വർഷം വരെ നമ്മൾ അതിന്റെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു അവകാശം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ ആ നിലക്ക് നമ്മൾ ഉദ്യോഗസ്ഥന്മാരോട് പിന്നെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പുഴക്കരക്ക് മീറ്റിംഗ് ചേർന്നു. അതായത് കെല്ലിന്റെ പൊതുമേഖല കമ്പനിയല്ല അതിന്റെ ഭാരവാഹികൾ, MLA ഓഫീസിൽ നിന്ന് 4 പ്രതിനിധികൾ, ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, അതുപോലെ തന്നെ അതിന്റെ വർക്കുമായി ബന്ധപ്പെട്ട ആളെ പ്രാദേശികവാസികൾ സഹകരിച്ച ആളുകൾ. ഇപ്പൊ നമ്മളെ പിന്നെ ഏറ്റവും ഒരു അത്ഭുതം എന്ന് പറയുന്നത് നമ്മളെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പോകുന്നേ ഉള്ളൂ, അരവിന്ദാക്ഷനെ പോലെ തന്നെ അയാളെ അദ്ദേഹത്തിന്റെ സ്ഥലത്തു നിന്നാണ് ഈ പിന്നെ കറണ്ടും കാര്യങ്ങളും വെള്ളവും എല്ലാം ഉപയോഗിച്ചത്. അവിടെ തന്നെയാണോ മീറ്റിംഗ് നടന്നത്? അവിടെ തന്നെ ഇപ്പോഴുള്ള അവസ്ഥയിലാണ് നമ്മൾ യോഗം ചേർന്നത്. അപ്പൊ അവര് വളരെ ആവേശത്തിലാണ്. ഒരു സംരംഭകനെ സംബന്ധിച്ച് ഇങ്ങനെ മുന്നോട്ട് വരിക, ഇത്രയും കാലം 5 വർഷമായിട്ട് നമ്മളവിടെ ഡെത്തായിട്ട് കിടക്കുക, അത് സമൂഹത്തിന് തുറന്നു കൊടുക്കുക, നമ്മളെ കാഴ്ചപ്പാട് അവരോട് പറയാ. അപ്പൊ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള പിന്നെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് സൂണിൽ എടുത്തുചാടിയത്. യഥാർത്ഥത്തിൽ അതിൽ എടുത്തുചാടേണ്ട ഒരു അവസ്ഥയിലല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ബാക്കിലൊരു റെസ്റ്റോറന്റും വർക്കും നടക്കുമ്പോൾ എത്ര കണ്ട് നമ്മൾ ഇതിന്റെ അകത്ത് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. അപ്പൊ എനിക്ക് ആളുകൾക്ക് അറിയാനുള്ളത് മലപ്പട്ടത്തേക്ക് സൂണ് വരുന്നു എന്ന് പറയുമ്പോൾ സൂണിന്റെ ഒരു ഹോട്ടൽ ഈ പാർക്കിൽ ഇടാനാണോ ഉദ്ദേശിക്കുന്നത്? അല്ല എല്ലാ ദിവസവും അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതാണോ? എങ്ങനെയാണത് അതിന്റെ ഒരു പ്രവർത്തനം? അത് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ കണ്ടവരാ. നമ്മൾ ഇപ്പം കൊറോണ, നിപ്പ, പിന്നെ അതുപോലെ തന്നെ പ്രളയം കണ്ട. അപ്പൊ പ്രകൃതി എങ്ങനെയാണ് അവിടെ കൈകാര്യം എന്നെ പറ്റി എന്നോട് ഒരുപാട് ആള് നെഗറ്റീവ്സാണ് പറഞ്ഞത്. പോസിറ്റീവ് വളരെ, പക്ഷെ എനക്കൊരു ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനതിൽ കണ്ടതെന്ന് വെച്ചാൽ ഈ വർഷം ഒരു നിർമ്മാണ പ്രവൃത്തിയും അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പ്രവൃത്തി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ ആ മേഖലയിലുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ആ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യവും ഈ 5 വർഷമായിട്ട് നടന്നിട്ടില്ല. ഈ പാർക്കിലേക്ക് പോകുന്നത്, അതായത് ഒരു വാഹനം അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചിങ്ങോട്ടേക്ക് റിട്ടേൺ ആയിട്ട് വരേണ്ട ഒരു സൗകര്യം അവിടെ നിലവിലില്ല. റോഡ് സൗന്ദര്യവൽക്കരണം, വീതി കൂട്ടണം. രണ്ടാമത്തെ കാര്യം പാർക്കിംഗ് ഇല്ല. ഒരാള് പാർക്കിംഗ് ഇല്ലെങ്കിൽ ഒരു വാഹനത്തിനും അങ്ങ് പോകാൻ കഴിയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോ ബന്ധപ്പെട്ടപ്പോൾ സമീപവാസികളൊക്കെ തന്നെ പാർക്കിങ്ങിന് സൂണാണോ ഏറ്റെടുത്തിരിക്കുന്നത്? ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നങ്ങളുണ്ട്, ചില പിന്നെ പല സ്ഥാപനങ്ങളിൽ വരുന്ന കുട്ടികൾ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഇതിനൊരു വെളിച്ചം വരുമല്ലോ. അപ്പൊ എന്ത് തന്നെയാലും ഏത് പാർക്കിങ്ങിന് വേണ്ടിയും സൂണായിട്ട് സഹകരിക്കാൻ തയ്യാറാണെന്ന് പരിസരവാസികൾ. അത് നമുക്കൊരു പോസിറ്റീവ് സംസാരിച്ചു. അപ്പൊ അതൊരു പോസിറ്റീവാണ്. ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പം ഒരു കഫ്തേരിയ സ്ഥിരമായിട്ട് ലഘുഭക്ഷണങ്ങള്, പിന്നെ ചായ, കാപ്പി, അതുപോലെ തന്നെ ഞാനതിൽ കാണുന്ന വെച്ചാൽ നമ്മളെ ടൂറിസത്തിനെ പറ്റി സൂണിനെ സംബന്ധിച്ചൊരു നല്ല കാഴ്ചപ്പാടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കൺസോർഷ്യായിട്ട് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ സർക്കാർ തന്നെ 2.5 കോടി രൂപ പുഴയിൽ ആഴം കൂട്ടുന്നതിന് വേണ്ടി ഇപ്പം വലിയ ബോട്ട്, ഹൗസ് ബോട്ടൊക്കെ വരണമെങ്കിൽ അവിടെ അവര് ഈ ഡ്രഡ്ജിങ് നടത്തണം. അതിന് സർക്കാർ വക നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നല്ലൊരു സംരംഭകനെ സംബന്ധിച്ചൊരു ആശ്വാസ നടപടിയാണ്. അതിന് പുറമെ മിനി ബോട്ട്, 10 ആളുകൾക്കുള്ള മിനി ബോട്ട് നമുക്കവിടെ ഇപ്പം നിലവിൽ ഇടാൻ പറ്റും. അപ്പൊ അവിടെ ഈ ബോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കേണ്ട സൗകര്യം, അതാ ഞാൻ പറഞ്ഞത്. ഈ പാർക്കിങ്ങിന്, അതായത് പുറമ്പോക്കിലാണല്ലോ ഈ സംഭവം വന്നിട്ടുള്ളത്. പുറമ്പോക്കിന് പുറമെ ഈ വരുന്ന വർഷം പ്രകൃതി എങ്ങനെയാണോ അവിടെ കാണിക്കുന്നത്, എത്ര കണ്ട് വെള്ളം കയറുന്നുണ്ട്,
അതിനനുസരിച്ചുള്ള നിർമ്മാണ പ്രവൃത്തി മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നിലവിലുള്ള അവസ്ഥയിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനാടിയുണ്ട്. ഇപ്പൊ ഒരു ബർത്ത്ഡേ പാർട്ടി, ഒരു കുടുംബ സംഗമം, ഓപ്പൺ കല്യാണം, പിന്നെ കമ്പനി മീറ്റിംഗ്, ലയൺസ് ക്ലബ്ബ്, ഇങ്ങനെ നിരവധി ആളുകൾ നമ്മളെ സമീപ പ്രദേശത്ത്. അതാ ഞാൻ പറഞ്ഞത്, ഈ പണം പ്രചരിക്കുന്നത് 5 പഞ്ചായത്തിന്റെ വികസനമാണല്ലോ സൂൺ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഇതിന് പുറമെയാണല്ലോ ഇത് പോകുന്നത്, വലിയ മാളിലേക്കല്ലേ പോകുന്നത്. ഇവരെല്ലാം നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജൈവ പാർക്കായിട്ട് ഇവരെ ഈ പുഴക്കരക്ക് എത്തിക്കാം. ഇപ്പൊ ഈ പ്രവീൺ പറഞ്ഞത് അവിടെ ഒരു കഫറ്റേരിയ സ്ഥിരമായിട്ട് ഇടുന്നാണ് എന്ന് വെച്ചാൽ 10 പേർക്ക് നമ്മൾ പ്രാഥമികമായി ജോലി കൊടുക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര മണിവരെയാണോ നമ്മൾ ഇവരെ നിഷ്കർഷിക്കുന്ന സമയം പാലിക്കുന്നത് അതുവരെ നമുക്ക് പ്രവർത്തിക്കുന്നത്. അതല്ല, ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ ടൈം എത്ര വെക്കുന്ന ആ ടൈമിൽ ഉള്ളിൽ ആളുകൾക്ക് അവിടെ പോയി വിശ്രമിക്കാം, ചായ കുടിക്കാം, സ്നാക്സ് കിട്ടും, ഇതൊക്കെ ഉണ്ട്, പ്രകൃതിനെ ആസ്വദിക്കാം. അപ്പൊ ഇനിയിപ്പോ സൂൺ ഏറ്റെടുത്താൽ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു സൗകര്യം അവിടെ ലഭിക്കുന്നുണ്ട്. തീർച്ചയായും. ഒന്ന് ഇനി ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ഒരു കമ്പനി മീറ്റിംഗ്, ഗെറ്റ് ടുഗദർ ചെറിയ തോതിൽ ഇതൊക്കെ നടത്തണമെങ്കിലുള്ള സൗകര്യം അവിടെ എങ്ങനെയാണ്? അതാണ് ഞാനിപ്പം പറഞ്ഞത്, ഓപ്പൺ സ്റ്റേജ്. അതായത് സൂണിന്റെ പേരിൽ നിങ്ങളിപ്പോ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ സൂൺ അത് ഏറ്റെടുക്കും. അതായത് നമ്മളിപ്പോ അതിന് കാര്യമായിട്ട് വേണ്ടത് 100-200 ചെയറാണ്, ഒരു ഓപ്പൺ വേദിയാണ്, ഒരു മൈക്കാണ്, ഒരു പിന്നെ ജനറേറ്ററാണ്. അത് സൂൺ സംഘടിപ്പിക്കും. അതിന്റെ മഴക്കാലത്ത് അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെക്കും. അതിന്റെ സൗകര്യം അവിടെയുണ്ട്. പറയുന്നുണ്ട് ഇന്ന പോലെ ഇന്ന് നിങ്ങൾക്ക് അവിടെ ഒരു ഹാള്, ചെറിയൊരു ഹാളില്ല എവിടെ? അത് പിന്നെ ഈ ഭക്ഷണം കഴിക്കേണ്ട കഫ്തേരിയ അതുണ്ടല്ലോ, DTPCന്റെ അതൊക്കെ ഇപ്പൊ മോഡിഫിക്കേഷൻ. ടോയ്ലറ്റ്സ് ഒക്കെ, ടോയ്ലറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയല്ല, അത് നമ്മള് ടോയ്ലറ്റ് സൗകര്യം ഉണ്ട്. ഈ ഇരുന്ന് കഴിക്കാൻ, ഭക്ഷണം കഴിക്കാനുള്ള ഹാളുണ്ട്. പിന്നെ ഓപ്പൺ എയറിൽ ഈ സൗകര്യങ്ങളൊക്കെ ഇപ്പൊ ഇനി സൂൺ ഏറ്റെടുത്താൽ അത് ചെയ്യുന്നുണ്ട്. ഈ ഡെയിലി വരുന്ന പരിപാടികൾക്ക് വരുന്ന വണ്ടികൾ നിർത്തിയിടാനുള്ള സൗകര്യം അവിടെ ഏർപ്പാടാക്കും. അപ്പൊ ആരെങ്കിലും ഒരു ചെറിയ ഇത് നടത്തണം എന്നുണ്ടെങ്കിൽ സൂണിൽ പറഞ്ഞാൽ മതി അല്ലേ? ഓർഡർ എടുത്താൽ മതി, ഇത്രാം തീയതി അപ്പൊ ആ സമയത്ത് ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഇപ്പൊ അവിടെ പെർമനന്റ് ഇപ്രാവശ്യം ഒന്നും ആക്കുന്നില്ല എന്ന് പറഞ്ഞു, ഇതൊന്നും നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഈ ഒരു കഫറ്റീരിയ മാത്രമാണ് ഇടുന്നത്. അതിന്റെ ഈ ചെറിയ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ അവിടുന്ന് ചെയ്തിട്ട് അവിടെ തന്നെ വെക്കും. അപ്പൊ ഈ വലിയ ഫംഗ്ഷൻ വരുന്ന സമയത്തുള്ള ഭക്ഷണം എങ്ങനെയാണ് അവിടെ എത്തിക്കുന്നത്? ഭക്ഷണം അതാ ഞാൻ പറഞ്ഞു, ഇന്നിപ്പോ അവിടെ ഒരു കിച്ചൺ സംഘടിപ്പിക്കൽ നമ്മളെ സംബന്ധിച്ച് പ്രയാസമാണ്. അതെ, നമ്മളിപ്പോ നമുക്ക് ഹോട്ടലിന്റെ സൗകര്യം ഉണ്ട്. ഒരു 500 ആളെ പരിപാടി ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊണ്ടുപോകേണ്ട ഒരു ടൈമിന് അവിടെ എത്തിച്ചേരും. അതിന് സർവീസിന് ബുഫേ ആണ് ബുഫേ, അല്ല അതിന് നിങ്ങൾക്ക് അവിടുന്ന് ലൈവ് ഉണ്ടാക്കണമെങ്കിൽ ലൈവ് ഉണ്ടാക്കാം. നമ്മളിപ്പോ വെള്ളപ്പം, പത്തലെല്ലാം ലൈവ് ഉണ്ടാക്കാം. അതിന്റെ സൗകര്യം അവിടെയുണ്ട്. ഏത് രീതിയിലും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ കൺസെപ്റ്റ് അത് മാത്രമല്ല, നമ്മൾ ഇതൊരു കൺസോർഷ്യായിട്ട് പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ബോട്ട് മാർഗം ഒരു ഫാമിലീസ് വന്നു, അല്ലെ ഒരു വിദേശികൾ വന്നു, അവർക്ക് എന്താണോ ആക്ടിവിറ്റീസ്. ഇപ്പൊ മലപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിൽ പുതുതലമുറപ്പെട്ട ഒരാളും അത് നമുക്ക് വയ്യെത്താം. ഈ പറഞ്ഞ വികസനമായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പറ്റി ഞാൻ പറയാം. പുതുതലമുറയിൽപ്പെട്ട ഒരാളുകളും കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഇവരൊക്കെ അന്യദേശത്ത് ജോലി തേടി പോകും. കുറെ പ്രായമായി, ഇത് ഞാൻ ആവർത്തിക്കുന്നില്ല, ഞാൻ മുന്നേ പറഞ്ഞതാണ്, പ്രായമാറെ അച്ഛനും അമ്മയും ആയിരുന്ന രക്ഷിതാക്കൾ ഇടയുണ്ടാവും. നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കാനാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. അതേപോലെ നിങ്ങൾക്ക് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന യാത്രക്കാർ, ഇപ്പൊ മലപ്പട്ടത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ 5-10 വീടുകൾ, ഒരാളും നിൽക്കാതെ വീടുകൾ, പൂട്ടിയിട്ട വീടുകൾ, നശിക്കുന്ന വീടുകൾ, അത് നമുക്ക് ഹോം സ്റ്റേ ആയിട്ട് ഉപയോഗപ്പെടുത്താം. അതിന്റെ രീതിയിൽ സംസാരിച്ചു തുടങ്ങി. അവര് ലൈസൻസിന് വേണ്ടി കൊടുത്തവരുണ്ട് ഇതിനകം തന്നെ തയ്യാറുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് അവരുടെ ആക്ടിവിറ്റി? താമസം, ഭക്ഷണം, ഇനിയല്ല അവർക്ക് കൃഷി പരിചയപ്പെടണം, ഇനി പരമ്പരാഗത കലകൾ പരിചയപ്പെടണം, തെയ്യം, അതുപോലെ തന്നെ നമുക്ക് എത്രയോ തീർത്ഥാടന കേന്ദ്രമുണ്ട്. പറശ്ശിനി മുത്തപ്പൻ സൂണിന്റെ പ്രധാന ബെൽറ്റാണ്. മൃദംഗശൈലേശ്വരി ക്ഷേത്രം, രാജരാജേശ്വരി ക്ഷേത്രം, അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം തിലാപ്പത്ത്, എന്നെ സംബന്ധിച്ച് വിശ്വാസത്തിനെ പറ്റി എനിക്ക് അത്ര ഐഡിയ ഇല്ലെങ്കിലും ഞാൻ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു. തിലാപ്പത്തിനാണ് നമ്മളെ വിഷകണ്ഠൻ തെയ്യം, കരിങ്ങക്കുയി, ചാത്തമ്പള്ളിക്കാവ്, തെയ്യത്തിന്റെ കാലാണ്. പിന്നെ വിഷു, പിന്നെ ഈ പറഞ്ഞ ചാലങ്കൂട്ടുകാവ്, ഇങ്ങനെ ഒരുപാട് കാവുകളുണ്ട്. നമുക്ക് അന്യം നിന്ന് പോകുന്ന വിഷ്ണു ക്ഷേത്രം, വേളം മഹാഗണപതി ക്ഷേത്രം, ചിക്കേട്ടാവ് വിഷ്ണു ക്ഷേത്രം, ഇങ്ങനെ ഇതിനെയൊക്കെ നമ്മൾ എന്താണ് പാരമ്പര്യ കലയും. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യമോ, ഞാൻ ഇതിനെല്ലാം ഒരു അഡിക്റ്റായ ഒരാളാണ്. നമ്മൾക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ നമ്മളത് മിസ്യൂസ് ചെയ്യുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത ആളുകൾ, പിന്നെ ഇപ്പം ബാംഗ്ലൂരെല്ലാം വർക്ക് ചെയ്യുന്നവര്, അവര് പിന്നെ ചക്കപ്പഴം, ചൊള എന്ന് പറയുന്ന ഇത് അവര് വില കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. ഇത്ര ചൊളക്ക് ഇത്ര പൈസ. കണ്ണൂരിൽ നിന്ന് വാങ്ങുന്നില്ല, ബാംഗ്ലൂർ പോയാൽ വാങ്ങും.
അവർക്ക് ചക്കേനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി പോകും നമ്മള്. അതെ, കേരളത്തിന്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക. അതാ പറഞ്ഞത്. അത് ഈ പുതിയ തലമുറക്ക് എത്ര അറിയാം? ഇത് പുതിയ തലമുറക്ക് എത്ര അറിയാം? ഇത് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നു. ഇപ്പൊ അവര് വന്നിട്ട് പറയുന്നത് പിന്നെ ഇന്ന് ഇപ്പം കുറ്റാട്ടൂർ മാമ്പഴം വളരെ പ്രസിദ്ധമാണ്. നമ്മൾ പരിചയപ്പെടുന്ന സൊസൈറ്റി രൂപീകരിച്ച് അതിന്റെ ഡെവലപ്പ് ചെയ്താണ്. ഇപ്പൊ മയിൽ പ്രൊഡ്യൂസേഴ്സ് കമ്പനി അരി സൂണില് ഈ അരിനെ കൊണ്ട് ചോറ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നമ്മൾ തന്നെ നേരിട്ട് കൃഷി ചെയ്യണമെന്ന് പിന്നെ ഇപ്പൊ ഒരു മനസ്സിൽ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ അവർ കൊടുക്കുന്ന 85 റുപ്യന്റെ 100 റുപ്യന്റെ അരിക്ക് നമുക്ക് 60 റുപ്യക്ക് ചോറ് വിളമ്പാനാവില്ല. മറ്റൊരു എയർപോർട്ട് റോഡ് പഴശ്ശിരാജ കോളേജ് റോഡിന് സമാനം നമ്മളെ ഏട്ടന്റെ ഒരു കോടിയേരിക്കാരനാണ് സുധി കോടിയേരി. അദ്ദേഹം പ്രവാസിയാണ്. അദ്ദേഹം ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൊറോണക്ക് ഞാൻ 2020 ഫെബ്രുവരി 4 അദ്ദേഹം കൊറോണക്ക് ഉദ്ഘാടനം ചെയ്യാണ്ട് ക്വാറന്റൈൻ ആക്കിയിട്ടുള്ള പിന്നെ പ്രവൃത്തിയാണ് നടത്തിയത്. അപ്പൊ അതിന്റെ 2ാം ഘട്ട പ്രവർത്തനം അദ്ദേഹം ഇപ്പൊ നിർവഹിച്ചു. ഞാൻ മിഞ്ഞാന്നാട് പങ്കെടുത്തിന് 23 മുറികൾ, മൊത്തം 55-60 മുറികളായി. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതുപോലെ തന്നെ ശാന്തമായ അന്തരീക്ഷം. അതിന് പിന്നെ ഒരു ഫാമിലിക്ക് വന്നാൽ എങ്ങനെ കഴിയാം ആ നിലക്കാണ് അദ്ദേഹം അത് സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾക്ക് താമസിക്കാൻ ഇത്ര കിലോമീറ്റർ സഞ്ചരിക്കാൻ താല്പര്യമുണ്ടോ? ഗ്രീൻ പ്ലാനറ്റ് അവിടെയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തീർത്ഥാടന കേന്ദ്രം. ഇപ്പൊ നമ്മൾ ഈ ചൂരലിന്റെ കസേര, ഈ കസേര ഞാൻ വാങ്ങിച്ചത് വഴിയോരത്തുനിന്ന് മടയുന്നവരോട് ഡയറക്റ്റാണ്. അപ്പൊ നമ്മൾ ഈ പാർക്കിൽ വന്നിട്ട് ഇവർ ഇത് മടയാൻ തയ്യാറുണ്ട്. അതിന്റെ വിപണനം നമ്മൾ ഏറ്റെടുക്കുമല്ലോ. ഈ മലപ്പെട്ട വലിയ ഇതൊരു കരവിരുത് പറഞ്ഞാൽ അതാണ് ഓരോ മനുഷ്യനും ഓരോ അത്ഭുതങ്ങളാണ്. ഇപ്പോ നമ്മളത് കണ്ടുപിടിക്കലാണ്. അതെ അതെ, ഈ മലപ്പെട്ടത്തെ ഇത് തുടങ്ങി കഴിഞ്ഞാല് വൈകുന്നേരം അവിടെ ഉള്ളവർക്ക് വന്ന് ഇരുന്ന് ഒന്ന് വിശ്രമിക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ട്. രാവിലെ മുതലേ വന്നിരിക്കണമെങ്കിൽ ഇപ്പൊ ആളുകൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഒരു എഴുതുന്ന ഒരാള് തീർച്ചയായും എത്ര ആളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. കാറ്റും കൊണ്ട് ഞാൻ ഈ 3 നേരം രാവിലത്തെ വൈബും ഉച്ചക്കത്തെ വൈബും രാത്രിയത്തെ വൈബും ഒരാഴ്ച സന്ദർശിച്ചതിന് ശേഷമാണ് ഞാനിത് ഏറ്റെടുത്തത്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എടുത്തില്ല. ഇപ്പോഴും അവിടെ ആളുകളൊക്കെ ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട്. പക്ഷെ മറ്റു സൗകര്യങ്ങളില്ല. ഇനി ഈ സൗകര്യങ്ങളൊക്കെ സൂണിന്റെ കെയർ ഓഫ് സൗകര്യങ്ങളൊക്കെ സൂണിന്റെ ആകും, സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. എന്നിട്ട് അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, പഞ്ചായത്ത് ചെയ്യേണ്ടത് പഞ്ചായത്തും. ഇതിനൊരു പുകമറിയില്ല എന്ന് വെച്ചാൽ പ്രവീണിന് പ്രത്യേക ഒരു താല്പര്യത്തിലല്ല ഇത് നാടിന്റെ മാറ്റാം. എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും അതിന്റെ ഗുണം കിട്ടും. ആളുകൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് മുതൽ അത് ഉപയോഗപ്പെടുത്തും. പാർക്കിലെ ഒരു ചെറിയ സ്റ്റേജ് പെർമനന്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന പറഞ്ഞു, മൈക്ക് സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പറഞ്ഞു. ഒരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടി വേണമെങ്കിൽ സൂണിനെ സമീപിക്കണം. അതിന്റെ പൈസ അടച്ചിട്ട് അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ അടച്ചിട്ടാണല്ലോ. അതല്ലാതെ ഈ നാട്ടിലുള്ള കുറെ ഈ പറയുന്നത് പോലെയുള്ള കുറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഒരുപാട് പാട്ടുകാരുണ്ട്, അല്ലെങ്കിൽ മറ്റ് കലാവാസനകളുള്ളവരുണ്ട്. അവർക്ക് ആ വേദിയിൽ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമോ അവിടെ വന്ന് അത് പ്രകടിപ്പിച്ച് അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ അവരെ താല്പര്യമുള്ളവർ വന്നിരുന്ന് കണ്ട് മറ്റു ചെലവുകളൊന്നും ഇല്ലാതെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രകൃതി എങ്ങനെയാണോ പ്രതികരിക്കുന്നതിനനുസരിച്ച് നമുക്കവിടെ നിർമ്മാണ പ്രവൃത്തി പറ്റും. പക്ഷെ ഓൾറെഡി ഒരു സ്ഥിരം വേദി, സ്ഥിരം ചെയർ, സ്ഥിരം മൈക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ സൂചിപ്പിച്ചല്ല, ബുക്ക് ചെയ്തതാണെങ്കിൽ അങ്ങനെ. അല്ലാതെ തന്നെ ഇപ്പൊ എന്റെ മക്കളെ സംബന്ധിച്ച് നമ്മൾ ചെറുപ്പത്തിലേ പിടികൂടുക എന്ന് പറഞ്ഞത് നമുക്ക് ഇന്ന് വഴിതെറ്റുന്ന സമൂഹത്തിനെ ചെറുപ്പത്തിലേ പിടികൂടുക, ഇതാണ് എന്റെ ഒരു സ്വപ്നം. അതുകൊണ്ടാണ് എന്റെ പേര് പല വേദിയിലും കളരി ഇതെല്ലാം ഉള്ളത്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് എന്താണോ താല്പര്യം അത് ഈ വേദി, അതാ ഞാൻ പറഞ്ഞ പ്രകൃതിനെ നശിപ്പിക്കണ്ട, അതിന്റെ സൗന്ദര്യം അവിടെ കിടന്നോട്ടെ. അല്ലാതെ നിങ്ങൾക്ക് പാട്ട് പാടണോ, നൃത്തം വെക്കണോ, പിന്നെ നിങ്ങളിപ്പോ എന്റെ മക്കളെ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ പരിപാടി പ്ലാൻ ചെയ്തോ, സൂണ്ട വേദിയാടി ഉണ്ടാവും. ഒരു തടസ്സവും നിങ്ങൾക്കില്ല. അത് സാമൂഹ്യ നന്മക്കും പിന്നെ 4 ആളുകളുടെ മുമ്പിൽ പറഞ്ഞാൽ അംഗീകരിക്കുന്ന വിധത്തിലുള്ള സംഭവമായിരിക്കണം. അതാണ് കാണുന്നത് നമ്മള്. ഈ സ്ഥലത്തിന്റെ പേര് ഇപ്പൊ ഈ പറഞ്ഞ അതായത് മുനമ്പിന്റെ അടുക്ക ആണ് നല്ല വൈബ്. 3 പുഴകൾ സംഗമിക്കുന്ന ഒരു അരയാലുള്ള, പിന്നെ അത് നമുക്കിപ്പം വീഡിയോ ചെയ്താൽ കാണും. അതിനു പുറമെ നമുക്ക് പരിപാടി പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കോവുന്തല പാർക്കിലാണ്. ഈ മെയിൻ റോഡില്ലേ, മയിൽ നിന്ന് മലപ്പട്ടത്തേക്ക് പോകുന്ന റോഡ്, ആ മലപ്പട്ട പാലമൊക്കെ കഴിഞ്ഞ് ആ റോഡിന്ന്, ആ മെയിൻ റോഡിന്ന് ഇത് കുറച്ച് ഉള്ളോട്ടല്ലേ ഈ വരുന്നത്, അത് ഇതിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മലപ്പട്ടം പഞ്ചായത്ത് നമ്മൾ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിലും ചെയ്ത പോലെ ഓരോ റോഡിനും ഓരോ സ്ട്രീറ്റ് വെച്ചിട്ടുണ്ട്, നമ്പർ ഇട്ടിട്ട്. മുനമ്പ് പാലം കടന്ന വാർഡ് 1ാമത്തെ സ്ട്രീറ്റിൽ നിന്ന് വലത്തോട്ട് പോയാലാണ്, പാലത്തിന്റെ അടിയിൽ കൂടെ പോയാലാണ് ഈ മുനമ്പ് കടവിലെത്തുക, ഈ 3 പുഴ സംഗമിക്കുന്നത്. 4ാമത്തെ സ്ട്രീറ്റിൽ നിന്ന് ഇടതോട്ട് പോയാലാണ് ഈ കോവുന്തലെത്തുക.
റോഡ് ടാർ ചെയ്ത റോഡുണ്ട്. അതെ അതെ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗ്രാമീണ മേഖലയാണ്. പണ്ടത്തെ 3 മീറ്റർ വീതിയിലെ റോഡാണ്. അതിനെ ഈ തൊഴിലുറപ്പിലോ പെടുത്തിയിട്ട് ഒരു 3 അടി വീതിയിൽ കോൺക്രീറ്റ് ചെയ്താല് അതിന് റോഡിനെ സൗന്ദര്യവൽക്കരിച്ചാൽ നമുക്ക് ഈ പറയുന്ന കുറച്ചുകൂടി ആകർഷണം, ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല ആ രീതിയിൽ. അപ്പൊ ഈ ഒരു ബിസിനസ് എന്ന രീതിയിൽ എന്തായാലും ഇത് ചെലവുള്ള കാര്യമല്ലേ. ഒരു പാർക്ക് ടെൻഡർ നടപടിയിൽ പങ്കെടുത്തു, അത് ഏറ്റെടുത്തു. അവിടെ ഇനി ഒരുപാട് ഇതൊന്ന് തുറന്നു കൊടുക്കണമെങ്കിൽ ഒരുപാട് സംഗതികൾ ചെയ്യാനുണ്ട്. ഉദ്ഘാടനം ചെയ്ത അവസ്ഥയിലല്ല ഉള്ളത്. ഇതിനൊക്കെ ചെലവ് വരും. തീർച്ചയായും ജനറേറ്റർ അത് ഇതൊക്കെ ചെലവ് വരും. ഈ ചെലവൊക്കെ ഈ ഇതിൽ നിന്ന് തന്നെ മീറ്റ് ചെയ്യണമല്ലോ. വേണം. അതായത് ആദ്യത്തെ ഈ വേനൽക്കാലം കിട്ടുന്ന ഫണ്ട് മഴക്കാലത്ത് പ്രകൃതി നമ്മളെ ചതിച്ചാല് അത് ആദ്യഘട്ടത്തിലേക്ക് അതിനെ വീണ്ടും കൊണ്ടുവരണ്ടെങ്കിൽ 2-3 മാസം എന്തായാലും ഒന്നും പറ്റില്ല. ബോട്ട് പോയിട്ട് അവിടെ ആൾക്കിരിക്കാൻ പോലും പറ്റില്ല. ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ട് തന്നെയാണോ ഇതിലേക്ക് എടുത്ത്? അതെ, നമ്മള് ജനങ്ങളോട് തുറന്നു പറയുമെന്ന്. അതാ ഞാൻ ഇനി ലാസ്റ്റിലേക്ക് ഇതിന്റെ നമ്മളിപ്പോ ഏറ്റെടുത്തത് എങ്ങനെ ജനങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടത്. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നമുക്ക് എല്ലാ പ്രതിനിധികളെയും പഞ്ചായത്തിനെയും അതിന്റെ പ്രതിനിധികളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇപ്പം ഇലക്ഷൻ കഴിയല്ലോ, December 13 കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ഇവന്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സൂൺ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് December 29, 30, 31 3 ദിവസം. അതായത് ഞാൻ പറഞ്ഞില്ല, ഓരോ ഗ്രാമത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയുടെ നെഗറ്റീവിനെ മായ്ച്ചുകൊണ്ടുള്ള ഒരു വലിയ മലപ്പട്ടം ഫെസ്റ്റ് ആണ് സൂൺ പ്ലാൻ ചെയ്തത്. ഇതിന്റെ ഈ ലോഞ്ചിങ് ഹോട്ടൽ സൂൺ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, അത് ഡാഷ്, അത് ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പം പല ആളുകൾ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. അതിന്റെ ബ്രോഷറും കാര്യങ്ങളും പരസ്യമൊക്കെ ഈ 30-ാം തീയതിക്കുള്ളിൽ വരും. അപ്പോൾ അവിടെ ഈ ഹോട്ടൽ സൂൺ ഒരിക്കലും പേര് വെക്കാൻ പറ്റില്ല. അവിടെ സൂണിന്റെ ഒരു സംരംഭമല്ലേ, അതിനെന്താണ് ഒരു പേര്? ഇതിനൊരു പേര് തീരുമാനിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഈ മാസം 30-ാം. അതായത് നമ്മൾ നാട്ടകം, നാടിന്റെ അറിവ്, അങ്ങനെ നിലയിൽ ഒരു ഡിസ്കഷൻ ഒരാഴ്ച സൂൺ. അതായത് സൂൺ എന്ന് പേരിട്ടത് ഒരു സുപ്രഭാതല്ല, എന്റെ ഒരു സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പെട്ടെന്ന് ദേഷ്യം വരുക, പെട്ടെന്ന് സങ്കടം വരുക, പെട്ടെന്ന് ആ നിലയിൽ അയാള്, അതായത് ഈ ലോഗോ ചെയ്യുന്നവര് സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ എന്റെ ഒരു മനസ്സിലുള്ള ഒരു ധാരണ, ഒരു അഭിപ്രായം, നാടിനെ പരിചയപ്പെടുത്തുക, നാട്ടറിവ് പരിചയപ്പെടുത്തുക, നാടൻ കല പരിചയപ്പെടുത്തുക, നാടൻ രുചികൾ പരിചയപ്പെടുത്തുക. ഊരകം എന്നാണ് തീരുമാനിച്ചത്. ഊരകം അത് ഇവിടെയാണ് ഇപ്പൊ പറയുന്നത് അല്ലേ? ഊരകം, അതായത് സൂണിന്റെ കീഴിൽ ഊരകം. നമ്മുടെ ഭാവിയിൽ വരുന്ന റിസോർട്ട് ആയാലും ബ്രാൻഡ് ചെയ്യപ്പെടും. ഊരകം, നാട്, നാട്ടറിവ്, പഴമ. അത് ഇനി വരുന്ന ഈ ഹോം സ്റ്റേ അങ്ങനെയുള്ളതിനൊക്കെ എല്ലാം ഈ ഊരകം സൂണിന്റെ ഈ 3 ദിവസത്തെ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് ഓരോന്നായിട്ട് കാറ്റഗറി തിരിച്ചില്ല. ലോഞ്ചിങ്ങിന് പ്രമുഖ വ്യക്തികൾ, അതായത് അതിന്റെ അകത്ത് നമ്മളിപ്പോ സൂൺ ഇങ്ങനോളം നടത്തി വന്നതിൽ എപ്പോൾ ഒരു വെറൈറ്റി ഉണ്ടാവും. അപ്പൊ മലപ്പട്ടത്തിനെ സംബന്ധിച്ച് നമ്മളെ പരിശോധിക്കും. പഴയകാല ഹോട്ടൽ വിദഗ്ധർ, പാചക തൊഴിലാളികൾ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ സേനയിൽ നിന്ന് വന്നവര്, സേനയിൽ നിന്ന് എന്തെങ്കിലും പരിക്ക് പറ്റിയവര്, വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച കുട്ടികൾ, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മറ്റു ആക്ടിവിറ്റീസിലുള്ളവരാ. അവർ ഈ വേദിയിൽ നമ്മൾ സൂൺ എത്തിക്കാൻ വേണ്ടി പോകും. അതുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ പരിപാടി എങ്ങനെ, അതായത് ഭക്ഷ്യമേള എന്തായാലും ഉണ്ടാവും. 3 ദിവസവും നിങ്ങൾക്ക് കൂപ്പൺ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം. ഈ ലോഞ്ചിങ്ങിന്റെ ചടങ്ങ് നടക്കുന്ന 3 ദിവസം ഭക്ഷ്യമേളയുണ്ട്. മറ്റു ദിവസങ്ങളിലാണ് ഈ പറഞ്ഞത് ചെറിയൊരു അതായത് സ്റ്റേജ് പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആസ്വദിക്കാം. അതിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ കിട്ടും, അതിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു സംഭവമായിരിക്കും. കളരി നിർബന്ധമായിട്ടുണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല, അത് പൊന്നത്തങ്കം എന്ന് പറയുന്ന ഒരു കളരി ഉണ്ടല്ലോ. പൊന്നത്തങ്കം എല്ലാ വർഷവും ഇപ്പൊ നടത്തിക്കൊണ്ട്, അതിൽ നമ്മളെ വൈഫ് ഹൗസിന്റെ അടുക്ക ഒരു സീജൻ ഗുരുക്കളുണ്ട്, പഴശ്ശിരാജ കളരി സംഘം. അതുപോലെ തന്നെ നമ്മളെ ഹോട്ടൽ ആരംഭിച്ച മുതലുള്ള നമ്മളെ കുറുമാത്തുള്ളൊരു രാകേഷ് ആട്ടിന്റെ ഒരു നവഭാരത് കളരി ഉണ്ട്. അവരതും അങ്ങനെ 2 ദിവസം കളരി നിർബന്ധമാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഈ കുട്ടികളെ എനിക്ക് ഈ കുഴിക്കളരി എന്നല്ല പറയുന്നത്. കുട്ടികളെ ചെറുപ്പത്തിൽ നമ്മൾ ഈ കൗമാരം തെറ്റുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഈ പാർക്ക് സന്ദർശിച്ചപ്പോ എനിക്ക് കാണാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അതിന്റെ നെഗറ്റീവ്സ് ആണ്. അത് നമ്മൾ മാറ്റിമറിക്കും. ഒരു കച്ചവട ലാഭത്തിലുപരി സമൂഹത്തിന് നന്മ, കച്ചവട ലാഭത്തിലുപരി ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ല. കയ്യിൽ നിന്നിട്ട് കളിക്കാൻ ഒരിക്കലും ആവില്ല. അതിന്റെ കൂടെ ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ട് സാമൂഹ്യ നന്മ, സമൂഹത്തോടുള്ള പ്രതിബദ്ധത, എന്തായാലും ഇതൊരു ഉപജീവന മാർഗമാണ്. അല്ലാതൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഉപജീവന മാർഗം മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മളിപ്പോ 4 ആള് തുടങ്ങിയിട്ട് 40 പേർക്ക് ഇപ്പം തൊഴിൽ കൊടുക്കും. ഒരു 400 ആക്കും കൂടി കൊടുത്തിട്ട് ഇപ്പൊ 10 പേർക്ക് ആടെ ഡയറക്റ്റ് കൊടുക്കാം.
അല്ല, പ്രവീണിന്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നതിനൊപ്പം മറ്റ് പലരുടെയും ഉപജീവന മാർഗം കൂടി ആയിരിക്കും ഇത് എന്നാണ് പറയുന്നത്. അതെ 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 തീർച്ചയായും. അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യത കൂടി ഇതിനുണ്ട്. നല്ല സാധ്യതയുണ്ട്. അല്ലെ, നമ്മളെ നിലപാടുകള് അല്ലെ നമ്മളെ ചിന്തകള് മറ്റുള്ളവർക്ക് ശരിയാകണമെന്നില്ല. പക്ഷെ നമ്മള് അതിൽ ഉറച്ചു നിൽക്കുന്നു. നമ്മളിപ്പോ നമ്മളെ ബോധ്യങ്ങളാണ് നമ്മളെ അതായത് നമ്മളെ പറ്റി എല്ലാവരും നല്ലത് പറയണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഒരിക്കലും നിർബന്ധം പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. കറക്റ്റ്. എന്റെ ബോധ്യങ്ങള് പലരുടെയും ബോധ്യങ്ങളാവണമെന്നില്ല. അപ്പൊ ഇതിലൊക്കെ എടുത്തു ചാടുന്ന സമയത്ത് എടുത്തു ചാടുന്നതെന്ന് ഞാൻ മനഃപൂർവ്വം പറയുന്നത് അങ്ങനെയാണല്ലോ ആളുകൾ, പ്രവീണും തന്നെ പറയുന്നത്. ഈ സൂണിലേക്കുള്ള ഒരു ആരൂഢം എന്താണല്ലോ ഹോട്ടൽ സൂൺ ചെക്കാവിലെ, അതിലുള്ള ശ്രദ്ധ കുറഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല. ഞാൻ പരമാവധി സംശയിക്കാലോ. അല്ല, അത് നമ്മളിപ്പോ പിന്നെ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇനി അങ്ങോട്ടേക്ക് നമ്മള് ഒരു ഏകപാത്ര നാടകമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂല. നമ്മളെ സാന്നിധ്യം തന്നെ അവിടെ വേണം, അല്ലെങ്കിൽ നിങ്ങൾ മാനേജ്മെന്റ് മാറിയോ, അതിൽ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റൂല. നമ്മൾ ഇത് വിഭജിച്ച് കൊടുക്കണം. എന്നുവെച്ചാല് സ്ഥാപനം വിപുലീകരിക്കുന്നതിനനുസരിച്ച് ഓരോ സ്കില്ലുള്ളവരെ കണ്ടെത്തിയിട്ട് നമ്മൾ അതിന് വിഭജിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ കുടുംബം ഒരു നോട്ടം ഇതും എല്ലാം എല്ലാ സ്ഥലത്തും പ്രവീൺ പറയുന്നത് പോലെ നമുക്കൊരു പോളിസി ഉണ്ടല്ലോ. നമുക്കൊരു പോളിസി ഉണ്ട്. കസ്റ്റമർ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ മറ്റുള്ളവർ വേണ്ടി വരും. ഇല്ലെങ്കിൽ അത് മുന്നോട്ട് പോകില്ല. എന്നുവെച്ചാൽ പഴയ കാലല്ല, നമ്മളൊരു ഇന്നൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിനനുസരിച്ചിട്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോകും. ഈ ഇത്തരം പുതിയ കാര്യങ്ങൾ ഇപ്പൊ ഈ മലപ്പട്ടത്തിൻ്റെത് പറഞ്ഞല്ലോ, ഏതാണ്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മലപ്പട്ടത്തെ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഈ ഇങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസിനെ പറ്റി സംസാരിച്ചു. ഇതെല്ലാം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പ്രവീൺ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ യാത്ര ചെയ്യാറുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ടോ? അവര് നിങ്ങളുടെ സൗഹൃദ വലയത്തിലുണ്ടോ? ഇങ്ങനെയുള്ള യാത്ര ചെയ്യാറുണ്ടോ? യാത്ര എന്ന് വെച്ചാല് നമ്മളത് ആവർത്തിക്കുന്നില്ല. ഞാൻ പണ്ട് പറഞ്ഞല്ലോ, നമ്മൾ ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും ഇല്ലാണ്ട് എങ്ങനെ ഒരു സംരംഭകനാകുന്നില്ല മോട്ടിവേഷൻ ക്ലാസ്സിൽ പെട്ടുപോയിട്ടുണ്ട്. പക്ഷെ അതല്ല, നമ്മളിപ്പോ സമൂഹത്തിൽ നിന്ന് പഠിക്കണം. നമുക്ക് വേറെ ഉന്നത വിദ്യാഭ്യാസമൊന്നുമില്ല. നമ്മൾ ഒരാളെയും നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. യാത്ര നിർബന്ധമാണ്. ഇപ്പോൾ ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ ഓരോ കാഴ്ചപ്പാടും അനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാനിപ്പോൾ അടുത്തൊരാളാ, അപ്പൊ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഹോട്ടലിൽ എഴുതി വെച്ച ക്യാപ്ഷനാണ് എന്നെ സ്വാധീനിച്ചത്. ഭക്ഷണം കളയാനുള്ളതല്ല, കഴിക്കാനുള്ളതാണ്. അത് അദ്ദേഹം സഞ്ചരിച്ച യാത്രയിൽ അയാൾ ബോധ്യപ്പെട്ടതാണ്. അയാൾ സൊമാലിയ പോലെ തന്നെ അതൊരു ആഫ്രിക്കൻ രാജ്യങ്ങൾ സഞ്ചരിച്ചപ്പോ അദ്ദേഹം ഇരിക്കുന്ന തീൻമേശയിലെ ഭക്ഷണം ആ ഇല വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വയറ് വീർത്ത് നിൽക്കുന്ന കുട്ടികള് പിന്നെ വരി നിൽക്കുവാണ്. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇത് കണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയും. അപ്പൊ അത് നമുക്ക് പാടാൻ. ഇനി സൂണിന്റെ ഇതിലേക്ക് വന്നാൽ, സൂൺ തുടങ്ങിയ അതിനേക്കാളും കുറച്ചുകൂടി പരിമിതികൾ ഉണ്ടല്ലോ, ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നവരുടെ എണ്ണം. അതില് വേണ്ടി സൂണിൽ ഇപ്പം പുതിയതായിട്ട് ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും പരിഷ്കാരം വെച്ചിട്ടുണ്ട്. നവംബർ 1 കേരളപ്പിറവി ദിനത്തിനാണല്ലോ നമ്മളിപ്പം വേക്കിലത്തെ വർക്ക് തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ട് ഫുഡിൽ മെനുവിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ 3-4 വർഷമായിട്ട് ഒരേ രീതിയിലുള്ള മെനുവാണ് നമ്മൾ കൊണ്ടാടിയത്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മളിപ്പോൾ നഗരസഭയിലും മുനിസിപ്പാലിറ്റിയിലും ചെയ്യുന്ന പിന്നെ അതേ സാമ്പത്തിക ബാധ്യതനെ നമുക്കും നാട്ടും പുറത്ത് പ്രവർത്തിക്കുന്നത് നമുക്ക് മാറി നിൽക്കാൻ വേണ്ടി പറ്റൂല. ചെലവുകൾ ഒരുപോലെയാണ്. വാടകയായാലും സ്റ്റാഫിൻ്റെതായാലും എല്ലാം ഒരുപോലെയാണ്. നമ്മൾ ഊണ് ഇലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ഹോട്ടലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി മാലിന്യ സംസ്കരണം. അപ്പോൾ നമ്മൾ 3-4 കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിലാണ് നമ്മൾ ഈ വേസ്റ്റ് ഡ്രൈനേജ് പിടിക്കുന്നത്. അതായത് ഈ പിന്നെ വൈവിധ്യവൽക്കരണ ഭാഗമായിട്ടുള്ള ഈ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അതായത് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വേണം, നിർബന്ധമാണ്. പൊല്യൂഷൻ കൺട്രോളിന്റെ അനുമതി വേണം. അപ്പൊ നമ്മുടെ ഈ പരിപാടി ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് മലപ്പട്ടത്തെ 29, 30, 31 തീയതികളിൽ ഡിസംബർ പറഞ്ഞു. ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് 31 പറയുമ്പോൾ ന്യൂ ഇയർ. അതെ. അതിന് പ്രത്യേക പരിപാടികൾ എന്തെങ്കിലും ന്യൂ ഇയറിന്റെ 31? അതായത് നമ്മൾ കാണുന്നത് വെച്ചാല് പിന്നെ പരിസരവാസികള്, പ്രദേശവാസികള്, അതുപോലെ തന്നെ അടുത്ത അവർക്ക് പിന്നെ എന്താണോ അതിന്റെ ആക്ടിവിറ്റീസ് അത് കൊടുക്കും, അതിനൊരു വേദി കൊടുക്കും. അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലല്ല. അതുപോലെ തന്നെ പുറത്തുനിന്ന് ജനങ്ങൾ ആകർഷിക്കേണ്ട പരിപാടി ഉണ്ടാവും. പിന്നെ 3 ദിവസം ഭക്ഷ്യമേള ഉണ്ടാവും. അതിനിപ്പോ ഈ 25-30 തീയതിക്കകം തന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ സൗകര്യം മലപ്പട്ടത്ത് എന്റെ പ്രധാനപ്പെട്ട 2 സെന്ററിൽ നമ്മൾ ഇതിന്റെ കൂപ്പൺ വിതരണം തുടങ്ങും. അത് ഈ 3 ദിവസവും നമുക്ക് ആളുകൾക്ക് ഭക്ഷ്യമേള. ഈ പ്രോഗ്രാം പാർക്കിൽ വരാൻ ഒന്നും വേണ്ട, ഫ്രീ അല്ലേ? ഒന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ജനസംഖ്യനെ പറ്റി പറഞ്ഞല്ലോ മലപ്പട്ടത്തെ. അതിന്റെ 1/3 ആൾ വന്നാൽ തന്നെ അതിന്റെ സൗകര്യം നമ്മൾ അവിടെ ആക്കണം. അതുപോലെ തന്നെ സൂണിനെ സ്നേഹിക്കുന്ന നിരവധി കസ്റ്റമർമാരുണ്ട്. അവർ ഈ പരസ്യം കണ്ടാൽ അവർ വരും, അതിനും നമ്മൾ കാണണം. പക്ഷെ ഭക്ഷണത്തിന്റെ സമയത്ത് കൂപ്പൺ എന്നുവെച്ചാൽ ഭക്ഷണം നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം കളയാൻ വേണ്ടി പറ്റൂല. അപ്പൊ നമുക്കൊരു ധാരണ കിട്ടണം, ഇത്ര പേർക്കുള്ള ഭക്ഷണം ഓൾറെഡി ബുക്കിംഗ് ഉണ്ട്. ഇനി ബുക്ക് ചെയ്യാതെ വരുന്നവർക്കുള്ള ഒരു സ്റ്റാൾ പ്രത്യേകം ഇടും.
31-നാണ് നമ്മുടെ പരിപാടി തീരുന്നത്. അന്ന് നമ്മൾ പിന്നെ ഈ പറഞ്ഞ പെർമിഷനോടുകൂടി ന്യൂ ഇയറിന്റെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ടടക്കം ഒരു ആകാശ വിസ്മയ കാഴ്ചയോടുകൂടിയാണ് നമ്മൾ പരിപാടി സമാപിക്കുക. അതിനുശേഷം പിന്നെ ജനുവരി മുതൽ പാർക്ക് തുറന്നു കൊടുക്കും. അതിന് നിശ്ചിത ഒരു 20 റുപ്യന്റെ കൂപ്പൺ കാറിനും 10 റുപ്യ ബൈക്കിനും അത് അതായത് സമയത്ത് അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യും. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നമ്മള് സംഭാഷണത്തിൽ വന്നിട്ടുണ്ടെന്നോ. ഓക്കെ, ഇത് നിർത്താം. പ്രവീണ് ജനങ്ങളോട് എന്താണൊന്ന് പറയാനുള്ളത്? ഈ പുതിയതായിട്ട് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഈ ലോഞ്ചിങ് നടക്കുവാണ് ഡിസംബറിൽ. തുടർന്നും ആളുകൾ വരുമൊക്കെ ഒന്ന് എന്താണ് പറയാനുള്ളത്? സമൂഹത്തോട് പറയാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 5 പഞ്ചായത്ത് മാത്രമല്ല, കണ്ണൂർ ജില്ല മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിന്നെ നമ്മളെ ഈ പറയുന്ന ഈ മലനാട് ക്രൂയിസുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്ത് സൗകര്യമാണോ സൂണൊരുക്കേണ്ടത് അത് സൂണൊരുക്കും. താമസം, ഭക്ഷണം, വിശ്രമം, യാത്ര എല്ലാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചെറുതും വലുതുമായ പരിപാടികൾ സൂൺ ഏറ്റെടുക്കും. പിന്നെ ഈ പറയുന്ന ഓപ്പൺ സ്പേസിൽ പിന്നെ വിവാഹ നിശ്ചയമാവട്ടെ, കുടുംബസംഗമാവട്ടെ, അല്ലെങ്കിൽ പിന്നെ കമ്പനി മീറ്റിംഗ് ആവട്ടെ, എന്തിനു വേണ്ടുന്നതും സൂൺ അതിൻ്റെ പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രവീൺ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ സൂണിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ വിജയാശംസകളും. ഓക്കെ, താങ്ക് യു.